ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ? ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ട് നിന്നില്ലേ? അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പല്ലേ? അപ്പൊ ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ മറുപടിയും കൂടി കേൾക്കണം. ഞങ്ങള് ജനങ്ങളോട് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ LDF കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ വികസനം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. എന്നാ പിന്നെ പേടിക്കണ്ട. അങ്ങനൊരു മുദ്രാവാക്യം, അതായത് LDF തുടരും നാട് വളരും എന്ന മുദ്രാവാക്യമാണ്. അങ്ങനൊരു മുദ്രാവാക്യം വെക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ. കൊല്ലം കോർപ്പറേഷന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് ബോധ്യമായിട്ടുള്ള വികസനമാണ്. അല്ല, വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതായത് പഴയ കൊല്ലവും പുതിയ കൊല്ലവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. അത്രയ്ക്ക് വേണോ സഖാവേ? ഈ പാർക്ക് ആയാലും ആശ്രാമം ലിങ്ക് റോഡ് ആയാലും ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായാലും എത്രയോ വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന കുരീപ്പുഴ ചണ്ടിടിപ്പോ സുഗന്ധം പരത്തുന്ന ഉദ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊല്ലത്തെ എല്ലാ നിവാസികൾക്കും കൊല്ലത്തുണ്ടായ മാറ്റം, വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൊ ആ വികസനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. ആ ഒരു അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നേതാക്കന്മാരും ഭരണാധികാരികളും സന്ദർശനം നടത്തും കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എന്റെ അഭിപ്രായത്തില് നഗരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി. കാരണം അതിന്റെ പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയം ഈ ഇപ്പോൾ നിലവിലുള്ള ഓവർബ്രിഡ്ജ് ആ ചിന്നക്കടയെ നശിപ്പിച്ചു. ആ ഓവർബ്രിഡ്ജിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ കൊല്ലം ചിന്നക്കടയുടെ ഹൃദയത്തിനെ തകർക്കുന്ന ഡിസൈനാണ്. മാത്രമല്ല പില്ലറിൽ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാമായിരുന്നു. ഇതൊരു ചൈനീസ് വോൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കടയെ നശിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ആശ്രാമത്ത് തങ്ങളുഞ്ഞി മുസ്ലിയാരുടെ സ്മാരകമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി. അവിടെ ഇപ്പൊ പാമ്പും അണലിയൊക്കെ ആണെന്നാ പറയുന്നത്. അണലിയെ പിടിച്ചിട്ടെന്ന് പറയുന്നത് ആളുകൾ കയറുന്നില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. കൊല്ലം തോടിന്റെ കരകളിൽ കൊണ്ട് തള്ളുക. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ജീവനക്കാരെ വന്ന് നിന്ന് നീക്കിക്കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് അത് എവിടെ കൊണ്ട് കളയുന്നു? സുഗന്ധം പരത്തുന്ന സ്ഥലം ഭയങ്കര സുഗന്ധം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്. ഈശ്വര, ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല.